നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ ഫിസിക്കൽ ജോഗ്രഫിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ഫിസിക്കൽ ജോഗ്രഫിയിൽ പ്രധാനമായിട്ട് 3 പാർട്ടാണുള്ളത്. ഈ ഫിസിക്കൽ ജോഗ്രഫി കൺസിസ്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് 3ആണ്. ആദ്യത്തെന്ന് പറയുന്നത് ക്ലൈമറ്റോളജി, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ജിയോമോർഫോളജി, മൂന്നാമത്തേന്ന് പറയുന്നത് ഓഷനോഗ്രഫി. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുന്നത്. നമ്മളിത് 3 സ്ഫിയർ. ഓക്കെ, ഇത് വന്നിട്ട് ലിത്തോസ്ഫിയർ, ഇത് വന്നിട്ട് അറ്റ്മോസ്ഫിയർ, ഇത് വന്നിട്ട് ഹൈഡ്രോസ്ഫിയർ. ഈ 3 കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന പേരാണ് ബയോസ്ഫിയർ. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ, ബയോസ്ഫിയർ. ഈ ബയോസ്ഫിയറിലാണ് ജീവനൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രോസ്ഫിയറിനെ പറ്റി പറയാം. ഓക്കെ, ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയറിനെ പറ്റിയുള്ള സ്റ്റഡി, അതിനെപ്പറ്റി പഠിക്കുന്നത്, അതിൻ്റെ ലിത്തോസ്ഫിയറിൻ്റെ സ്റ്റഡി നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ജിയോ മോർഫോളജി. ഓക്കെ, അറ്റ്മോസ്ഫിയറിൻ്റെ സ്റ്റഡി നമ്മൾ പറയുന്ന പേരാണ് ക്ലൈമറ്റോളജി. ഹൈഡ്രോസ്ഫിയറിൻ്റെ സ്റ്റഡി നമ്മൾ പറയുന്ന പേരാണ് ഓഷനോഗ്രഫി. ഇതിൻ്റെ സ്റ്റഡി നമ്മൾ പറയുന്ന പേരാണ് ഓഷനോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓഷനോഗ്രഫിയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓഷനോഗ്രഫിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഓഷനോഗ്രഫിയുടെ ഡെഫിനിഷൻ എന്നറിയണം. ഓഷനോഗ്രഫിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്? ഹൈഡ്രോസ്ഫിയറിനെ പറ്റിയുള്ള, പിന്നെ അതിൻ്റെ ഫിനോമിനൻസ്, ഇതിനെ പറ്റിയുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, ശാസ്ത്രീയമായ ഒരു പഠനവും ഓഷനോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഓഷനോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹൈഡ്രോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് ഫിനോമിന ഇസ് നോൺ ആസ് ഓഷനോഗ്രഫി. ഇതാണ് ഓഷനോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിലബസ് അറിയണം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന്, ഓഷനോഗ്രഫിയെ പറ്റി എന്തൊക്കെ നമുക്ക് പഠിക്കണമെന്ന് അറിയണം. ആദ്യം എന്ന് വെച്ചാൽ എൻ്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് ഓഷനോഗ്രഫിയുടെ സിഗ്നിഫിക്കൻസ് നമുക്ക് പഠിക്കണം. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഓഷൻ പ്രൊഫൈലിനെ പറ്റി. ഓഷൻ പ്രൊഫൈൽ എന്ന് പറയുമ്പം കോണ്ടിനെൻ്റൽ ഷെൽഫ്, ഓക്കെ, സ്ലോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സീ ഫ്ലോർ, അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി അടുത്ത് നമുക്ക് UN ക്ലോസ് പഠിക്കണം. UN ക്ലോസ് എന്ന് പറയുമ്പം യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ ലോ ഓഫ് സീ, അതാണ് UN ക്ലോസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കണം. എന്നിട്ട് 4 എന്ന് പറയുന്നത് കോറൽ റീഫ്സിനെ പറ്റി പഠിക്കണം. കോറൽ റീഫ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കണം, അതായത് നമ്മൾ പൗരപ്പുറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി 5 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഓഷൻ്റെ ടെമ്പറേച്ചറും സലൈനിറ്റി എന്നുള്ള റിലേഷനും കാര്യങ്ങളും, അത് എവിടെ കൂടുന്നു എവിടെ കുറയുന്നു, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ടെമ്പറേച്ചർ ആൻഡ് സലൈനിറ്റിയെ പറ്റി പഠിക്കണം. പിന്നെ 6ാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഓഷൻ കറൻസിനെ പറ്റി പഠിക്കണം, അതായത് വാം കറണ്ട്, കോൾഡ് കറണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കറൻസിനെ പറ്റി പഠിക്കണം. ഈ 6. പിന്നെ നമുക്ക് എൽ നീനോ, ലാനിന എഫക്ട്സിനെ പറ്റി പഠിക്കണം. എൽ നീനോ കാരണം ഇന്ത്യയിൽ മഴ കുറയും, ലാനിന കാരണം മൺസൂൺ ഇത് മഴ കൂടും, മഴയുടെ ഇത് കൂടും. ഇതൊക്കെ നമ്മൾ പഠിക്കും ഡീപ്പായിട്ട്. പിന്നെ നമുക്ക് പഠിക്കേണ്ട ടൈഡ്സിനെ പറ്റി പഠിക്കണം, ഹൈ ടൈഡ്, ലോ ടൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ വേവ്സിനെ പറ്റി പഠിക്കണം. പിന്നെ സുനാമീസിനെ പറ്റിയും പഠിക്കണം, വേവോട് ബന്ധപ്പെട്ടാണ് സുനാമീസ്. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മിഡ് ജൂലിയൻ ഓക്സിലേഷനെ പറ്റി പഠിക്കും. പിന്നെ നമ്മൾ ഇന്ത്യൻ ഓഷൻ ഡൈപോളിനെ പറ്റി പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് കാര്യത്തിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക്
സിഗ്നിഫിക്കൻസ് ഓഫ് ഓഷൻ. ഓക്കെ, എന്താണ് ഓഷൻ്റെ സിഗ്നിഫിക്കൻസ്? അപ്പോൾ ഓഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഷൻ ഒരു റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. റെഗുലേറ്റ് ചെയ്യും എന്തിന്? ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യും. അതേ കണക്ക് തന്നെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ കാർബൺ സിങ്കിങ് ഒക്കെ വഴിയാണ് ഓഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഷനെ സംബന്ധിച്ച് നമ്മളെ വാട്ടറിന് കേസ് എടുക്കാം. വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ലാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്, അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അങ്ങനെ അത് ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഇത് വാട്ടറിൻ്റെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ആർക്കുള്ളത്? ഓഷനുള്ളത്. നമുക്കതിനെ നമുക്ക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും. ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഇതിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഇത് ആക്ട് ചെയ്യുന്നത് എന്താണ്? റെഗുലേറ്റിംഗ് ഇതായിട്ട് ആക്ട് ചെയ്യും. ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് ഇതിന് റെഗുലേറ്റിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനും അറ്റ്മോസ്ഫിയറിക് ഗ്യാസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഇത് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്. ഇനി രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എനർജി ബാലൻസ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. അതായത് സർപ്ലസ് എനർജി എവിടെ ഉണ്ടോ അവിടെ നിന്ന് ഡെഫിസിറ്റ് എനർജിയിലോട്ട് വാട്ടർ ട്രാൻസ്ഫർ ചെയ്യും. സർപ്ലസ് എനർജി എവിടെയാണോ അവിടെ നിന്ന് ഡെഫിസിറ്റ് എനർജിയിലോട്ട് ഇത് വാട്ടർ ട്രാൻസ്ഫർ ചെയ്യും. അത് ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. അങ്ങനെ എനർജി ബാലൻസിനും ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തത് വന്നിട്ട് എവല്യൂഷൻ ഉണ്ടല്ലോ. അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ എവല്യൂഷൻ. അതേ കണക്ക് തന്നെ നമ്മുടെ ലൈഫ് എങ്ങനെ ഇവോൾവ് ചെയ്തു. അതുപോലെ നമ്മുടെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് ഓഷനിൽ നിന്ന് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫ് എടുക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? വാട്ടറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ലൈഫ് ഒറിജിൻ ചെയ്തത്. അപ്പോൾ അതെന്ന് പറയുന്ന വാട്ടറിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനാവശ്യമായിട്ടുള്ള എവിഡൻസ് അവിടെ നിന്ന് കിട്ടും. ഇനി അടുത്ത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എടുക്കണമെങ്കിൽ നമ്മൾ സീ ഫ്ലോർ സ്പ്രെഡ് തിയറി ഇതൊക്കെ നമ്മൾ പഠിക്കും. എക്സാമ്പിൾ അതങ്ങനെ തന്നെ പ്ലേറ്റ് ടെക്ടോണിക്, അത് കണക്കിന് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, കോണ്ടിനെൻസ് അതിൻ്റെ മുകളിലൂടെ പോകുന്നത്, അത് കാര്യങ്ങളൊക്കെ ആ എവിഡൻസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇനി നമ്മൾ പറയുന്ന പേരാണ് പാലിയോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും. ഇത് നമ്മൾ പറയുന്ന പേരാണ് പാലിയോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും. ഇത് നമ്മൾ പറയുന്ന പേരാണ് പാലിയോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും. ഇത് നമ്മൾ പറയുന്ന പേരാണ് പാലിയോ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ഈ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിട്ട് പാസ്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ ഫോമിലെത്തിയത്. ഹൗ ക്ലൈമറ്റ് ചേഞ്ച് ഫ്രം പാസ്റ്റ് എന്നതിനെ പറ്റി പഠിക്കുന്നതിനാണ് പാലിയോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്ലൈമറ്റ് പാസ്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആയെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഷനിൽ നിന്ന് ലഭിക്കാറുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പാലിയോ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് മിലാങ്കോവിച്ച് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ ഓഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പറയുന്നത് ഈ പാലിയോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഓഷനായിട്ട് ബന്ധപ്പെട്ടെന്ന് എവിഡൻസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മിലാങ്കോവിച്ച് സൈക്കിളിൽ നിന്ന്. ഓക്കെ, ഈ മിലാങ്കോവിച്ച് സൈക്കിളിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വെച്ച് ഗ്ലേസിയേഷനും നമ്മൾ ജിയോമോർഫോളജി ക്ലൈമറ്റോളജി പഠിക്കും. ഗ്ലേസിയേഷനും ഡീഗ്ലേസിയേഷനെയൊക്കെ പറ്റി പഠിക്കും. അപ്പോൾ അവിടെ സീ ലെവൽ കൂടുന്നതും സീ ലെവൽ താഴുന്നതും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പഠിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഇത് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അത് നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് പ്രൊവൈഡ് റിസോഴ്സ്, നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് കണക്ക് തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, മിനറൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫുഡ് നമുക്ക് അറിയാമല്ലോ, സീ ഫുഡ് കാര്യങ്ങളൊക്കെ.
ഇനി എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ടൈഡൽ എനർജി, വേവ് എനർജി, കറണ്ട് എനർജി, അങ്ങനെയുള്ള കാര്യങ്ങൾ. മിനറൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാൾട്ട്, ടൈറ്റാനിയം, അങ്ങനെയുള്ള എക്സാമ്പിൾ, അങ്ങനെയുള്ള ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് 4ാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഇത് ട്രേഡ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. കാരണം വേൾഡിൻ്റെ 70% ട്രേഡ് നടക്കുന്നത് ഓഷൻ വഴിയാണ്. വേൾഡിലെ 70% ട്രേഡ് നടക്കുന്നത് ഈ ഓഷൻ വഴിയാണ്. 70% ട്രേഡ് നടക്കുന്നത്. ഇനി 3ാമത്തെ കേസ് എന്ന് പറയുന്നത്, 5ാമത്തെ കേസ് എന്ന് പറയുന്നത് പറഞ്ഞായിരുന്നു. ഇനി അടുത്ത 6ാമത്തെ കേസ് അല്ലേ, 6ാമത്തെ കേസ് അല്ലേ, ജിയോ പൊളിറ്റിക്കൽ പ്രോസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമ്മളൊരു 16th 17th സെഞ്ചുറിയൊക്കെ നോക്കണമെങ്കിൽ ബ്രിട്ടനായിരുന്നു വേൾഡിലെ ഡോമിനൻ്റ് പവർ എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടനെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു നേവി ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, വാസ്കോ ഡ ഗാമ 1498 കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലെത്തുന്ന വഴിയാണ് അതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ആ സമയത്ത് സ്പെയിൻ ആയാലും പോർച്ചുഗലായാലും അവർ സീ റൂട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, അവരത് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ അത് ജിയോ പൊളിറ്റിക്കലായിട്ട് ഡിപ്പെൻഡ് ചെയ്തു. നമ്മൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിലും ഈ ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും അവർക്ക് ജിയോ പൊളിറ്റിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓഷന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ 3 മേജറായിട്ടുള്ള വാട്ടർ ബോഡീസ്, 3 മേജർ വാട്ടർ ബോഡീസ് ഇൻ എർത്ത് സർഫസിലുള്ള 3 മേജർ വാട്ടർ ബോഡീസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, 3 മേജർ വാട്ടർ ബോഡീസ് ഇൻ എർത്ത് സർഫസ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് പസഫിക്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ. 3 മേജർ വാട്ടർ ബോഡീസാണ് ഉള്ളത് എർത്ത് സർഫസിലുള്ളത്. അപ്പോൾ പസഫിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പസഫിക്കിൻ്റെ ഷേപ്പ് വന്നിട്ട് എന്താണ്, പസഫിക്കിൻ്റെ ഷേപ്പ് വന്നിട്ട് ഓവൽ ഷേപ്പാണ്. അതായത് ഇങ്ങനെ വന്നിട്ട് ഒരു ഷേപ്പാണ് പസഫിക്കിൻ്റെ ഷേപ്പ് വന്നിട്ട് ഓവൽ ഷേപ്പ്. ഇത് വന്നിട്ട് നമ്മുടെ ഇക്വേറ്റർ. ഓക്കെ, ഇത് വന്നിട്ട് ഇക്വേറ്റർ. അറ്റ്ലാന്റിക്കിൻ്റെ ഷേപ്പ് വന്നിട്ട് എന്താണ്, എസ് ഷേപ്പാണ്. ഓക്കെ, ഇത് ഇക്വേറ്റർ, നടുക്കൂടെ പോയിക്കുന്ന ഇക്വേറ്റർ. ഇന്ത്യൻ ഓഷൻ്റെ ഷേപ്പ് വന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പക്കയാണല്ലോ. നമ്മുടെ ഈ പസഫിക് വന്നിട്ട് ഇതിൻ്റെ നോർത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു ക്ലോസ്ഡ് ആണ്, പക്ഷേ ചെറിയൊരു നാരോ ഓപ്പണിംഗ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്ന പേരാണ് ബെറിങ് സ്ട്രീറ്റ് എന്ന് പറയും. എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ചോദിക്കാൻ അടുത്തതെന്ന് വെച്ചാൽ ഇനി ടെമ്പറേച്ചർ നോക്കാം. ഇത് ആവറേജ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ കേസ് ആവറേജ് ടെമ്പറേച്ചർ എടുക്കുക. ഈ മാക്സിമം ആവറേജ് ടെമ്പറേച്ചർ എവിടെയാണ് വരുന്നത്, ഇത് ഇക്വേറ്ററാണ്. അപ്പോൾ ഇതെന്താണ്, ട്രോപ്പിക്കൽ റീജിയൻ അല്ലേ, ഇത് ട്രോപ്പിക്കൽ റീജിയനാണ്. അപ്പോൾ ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ എവിടെ ആയിരിക്കും, ആവറേജ് ടെമ്പറേച്ചർ എവിടെ ആയിരിക്കും, അത് പസഫിക്കിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പസഫിക്കിൻ്റെ ലാർജ് ഏരിയയും എവിടെയാണ്, ട്രോപ്പിക്കലിലാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഓവൽ ഷേപ്പ്, ഏകദേശം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നോർത്തിൽ നിന്നുള്ള കോൾഡ് വാട്ടർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ആഡ് ചെയ്യത്തില്ല. നോർത്തിൽ നിന്നുള്ള കോൾഡ് വാട്ടർ ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ഇത് കാരണം എന്ത് പറ്റും, അപ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, ആവറേജ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇവിടെ മാക്സിമം ആവറേജ് ടെമ്പറേച്ചർ ഇവിടെ ആയിരിക്കും. അപ്പോൾ പസഫിക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 റീസൺ കൊണ്ടാണ് പസഫിക്കിൽ ആവറേജ് ടെമ്പറേച്ചർ കൂടുതലാവാൻ കാരണം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഏരിയ, ട്രോപ്പിക്കൽ ഏരിയയിലുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ.
സോറി, നമ്മുടെ വാട്ടർ ഇനി വരത്തില്ല, അടഞ്ഞിരിക്കുക, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കേസ്, ഇതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എവിടെ ആയിരിക്കും? രണ്ടാമത് വന്നിട്ട് അറ്റ്ലാന്റിക്കിലായിരിക്കും, രണ്ടാമത് വന്നിട്ട് ഇന്ത്യൻ ഓഷനിലായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ഓഷൻ എന്ന് വെച്ചാൽ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ടാണ്. പിന്നെ മാത്രമല്ല ഏരിയ ട്രോപ്പിക്കലാണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നോർത്തിൽ നിന്ന് വാട്ടറോ കാര്യങ്ങളോ ഒന്നും, കോൾഡ് വാട്ടറോ ഒന്നും ഇവിടെ വരത്തില്ല. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ രണ്ടാമത് കൂടുതൽ എവിടെ ആയിരിക്കും? ഇന്ത്യൻ ഓഷനിലായിരിക്കും. ഇനി അറ്റ്ലാന്റിക്കിൻ്റെ കേസ് കൊടുക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ ആയിട്ടാണ്, എൻ്റെ രണ്ട് നോർത്തും സൗത്തും ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കോൾഡ് വാട്ടറൊക്കെ ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വരപ്പോൾ എന്ത് ചെയ്യും? അറ്റ്ലാന്റിക്കിലുള്ള ടെമ്പറേച്ചർ കുറയും. അപ്പോൾ മിനിമം ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ എവിടെ ആയിരിക്കും? അറ്റ്ലാന്റിക്കിലായിരിക്കും. മാക്സിമം ആവറേജ് ടെമ്പറേച്ചർ എവിടെ ആയിരിക്കും? പെസഫിക്കിലായിരിക്കും. നമുക്ക് ആവറേജ് ടെമ്പറേച്ചറിൻ്റെ ബേസിൽ ടെമ്പറേച്ചറിൻ്റെ ലെവലിൽ ഇങ്ങനെ എഴുതാം. എവിടെയാണ് കൂടുതൽ? പെസഫിക്കിൽ കൂടുതലാണ് അല്ലേ? പെസഫിക്കിൽ കൂടുതലാണ്. അത് കഴിഞ്ഞ് അടുത്ത് എവിടെയാണ് കൂടുതൽ? അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓഷനിൽ കൂടുതലാണ്. അത് കഴിഞ്ഞ് എവിടെയാണ് കൂടുതൽ? അറ്റ്ലാന്റിക്കിലാണ് കൂടുതലായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്നവരാണ് അറ്റ്ലാന്റിക്കിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓഷൻ പ്രൊഫൈലിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഓഷൻ ഉണ്ടല്ലോ, ഏറ്റവും അടിയിൽ ഓഷൻ ഫ്ലോർ അടിക്കണമെങ്കിൽ അതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കണ്ടിന്യൂസോ അതൊരു ഫ്ലാറ്റോ അല്ല, മനസ്സിലായോ? അതൊരു കണ്ടിന്യൂസും അല്ല, ഒരു ഫ്ലാറ്റും അല്ല. അതിലെന്ന് വെച്ചാൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഈ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയാം? ഓഷൻ ബോട്ടം റിലീഫ് എന്ന് പറയും. നമ്മളിതിനെ പറയുന്ന പേരാണ് ഓഷൻ ബോട്ടം റിലീഫ് എന്ന് പറയും. ഓഷൻ ബോട്ടം റിലീഫ് എന്ന് പറയും. ഈ റിലീഫ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്? ടോപ്പോഗ്രഫി. അങ്ങനെ പറയുന്ന പേരാണ് ഓഷൻ ബോട്ടം റിലീഫ് എന്ന് പറയുന്നത്. അതായത് ഈ ലിത്തോസ്ഫിയർ ഉണ്ടല്ലോ, നമ്മുടെ വാട്ടറിൻ്റെ അടിയിലുള്ള ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഡിഫർ ആവും, മനസ്സിലായി? വ്യത്യാസപ്പെടാൻ കാരണം. അത് കാരണം പിന്നെ നമ്മൾ എന്തെന്ന് പറയും? ഓഷൻ ബോട്ടം റിലീഫ് എന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ ഓഷൻ ബോട്ടം റിലീഫിന് ഒരു ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാൻഡ് ഫോം എക്സിസ്റ്റ് ഓൺ ദ ഓഷൻ ഫ്ലോർ ഈസ് നോൺ ആസ് ഓഷൻ ബോട്ടം റിലീഫ്. അപ്പോൾ ഈ ഓഷൻ ഫ്ലോറിലുള്ള ഏറ്റവും താഴെ ഉണ്ടല്ലോ ആ ലാൻഡ് ഫോമിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന ലാൻഡ് ഫോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, അതിനെയാണ് നമ്മളെന്താ പറയുന്നത്? ഓഷൻ ബോട്ടം റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓഷൻ പ്രൊഫൈലിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓഷൻ പ്രൊഫൈൽ എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഓഷൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് cross section of ocean is known as ocean profile. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓഷനെ ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓഷൻ പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഓഷൻ ഈസ് നോൺ ആസ് എന്താണ്? ഓഷൻ പ്രൊഫൈൽ എന്ന് പറയും. അതാണ് ഓഷൻ പ്രൊഫൈൽ. അതിന് നമ്മൾ വേറൊരു പേരിലും പറയും, നമ്മൾ ഹൈപ്പോസ്മെട്രിക് കർവ് എന്ന് പറയും. ഇത് നമ്മൾ ഹൈപ്പോസ്മെട്രിക് കർവ് എന്നും പറയാറുണ്ട്. ഇത് ഹിന്ദുവിലൊക്കെ ചിലപ്പോൾ ഈ വേർഡ് ഉപയോഗിച്ച് കാണാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഹൈപ്പോസ്മെട്രിക് കർവ്.
അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഹൈപ്പോസ്മെട്രിക് കർവ്. അപ്പോൾ ഓഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഓഷൻ ഈസ് നോൺ ആസ് ഓഷൻ പ്രൊഫൈൽ. ഇതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഹൈപ്പോസ്മെട്രിക് കർവ് എന്ന് പറയും. അതായത് ഞാനിപ്പോൾ കാണിച്ചത് ഇത് സീ ലെവൽ എന്ന് എടുക്കുക, 0 സീ ലെവൽ. ഓക്കെ, സീ ലെവലിൽ മുകളിലുള്ളതിന് ഹൈറ്റ് നമ്മൾ എന്ത് പറയും? ഇതിന് മുകളിലോട്ടുള്ളതിന് നമ്മൾ എന്ത് പറയും? ഹൈറ്റ് എന്ന് പറയും. സീ ലെവലിന് മുകളിലോട്ടുള്ളതിന് നമ്മൾ ഹൈറ്റ് എന്ന് പറയും, താഴോട്ടുള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? ഡെപ്ത് എന്ന് പറയും. സീ ലെവലിൻ്റെ മുകളിലോട്ടുള്ളതിന് ഹൈറ്റ് എന്നും താഴോട്ടുള്ളതിന് ഡെപ്ത് എന്നും പറയും. ഒരു സീ ഫ്ലോർ ഒരു 4000 മീറ്റർ. ഇതൊരു ആവറേജ് ആണ്, ഇത് കറക്റ്റ് അല്ല. ഒരു ആവറേജ് ഡെപ്ത് ഓഫ് ഓഷനാണ് ഞാൻ എടുത്തത്. ഓഷൻ്റെ ഒരു ആവറേജ് ഡെപ്താണ് ഞാൻ ഇപ്പോൾ എടുത്തത്, ഒരു 4000 മീറ്റർ. ഇത് ലാൻഡ് എന്നിട്ട് ഇത്രയും കോസ്റ്റ്ലി ഏരിയ. ഇവിടെ നിന്ന് ജംഗ്ഷൻ ഇവിടെ നോക്കി ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇത് 1 മുതൽ 2 ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1 2 3 4 എന്ന് എടുക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഈ 1 മുതൽ 2 ഒരു കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയാം. ഇനി നമ്മൾ കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയും. ഇത് നമ്മളെന്താ പറയും? കോണ്ടിനെൻ്റൽ സ്ലോപ്പ് എന്ന് പറയും. പിന്നെ കോണ്ടിനെൻ്റൽ സ്ലോപ്പ് എന്ന് പറയും. ഇതിന് നമ്മൾ 3 എന്താ പറയും? റൈസ് എന്ന് പറയും. ഈ 4 നമ്മൾ എന്തെന്ന് പറയും? ഫ്ലോർ ഓഫ് ഓഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അബിസൽ എന്ന് പറയും. അബിസൽ പ്ലെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് അബിസൽ പ്ലെയിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ആലോചിച്ച് വയ്ക്കുക, ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വന്നിട്ട് ഇതാണ്. അപ്പോൾ നമ്മളെ ഈ ഓഷൻ പ്രൊഫൈൽ കൺസിസ്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. നമ്മളെ ഓഷൻ പ്രൊഫൈൽ കൺസിസ്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വന്നിട്ട് എന്താണ്? കോണ്ടിനെൻ്റൽ ഷെൽഫ്. രണ്ടാമത് വന്നിട്ട് എന്താണ്? കോണ്ടിനെൻ്റൽ സ്ലോപ്പ്. മൂന്നാമത് വന്നിട്ട് എന്താണ്? റൈസ്. നാലാമത് വന്നിട്ട് എന്താണ്? ഫ്ലോർ. ഇതാണ് എന്താണ്? 4 സെഗ്മെൻറ്റ് ഓഫ് ഓഷൻ. ഈ 4 എന്താണ്? 4 സെഗ്മെൻറ്റ്സ് ഓഫ് ഓഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ നമ്മൾ എന്തെന്ന് പറയുന്നത്? 4 സെഗ്മെൻറ്റ്സ് ഓഫ് ഓഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം പക്കയാണല്ലോ. നമുക്കിതിൽ ഇനി ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കോണ്ടിനെൻ്റൽ ഷെൽഫ്. ഇപ്പോൾ നമുക്കിത് ഇനി ബാക്കി നാളെ പഠിക്കാം. ഇപ്പോൾ ടൈം കുറച്ചായിട്ടുണ്ട്, അപ്പോൾ നാളെ പഠിക്കാം. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത്രേ പറയാനുള്ളൂ. ശരി.